മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹി, മലപ്പുറം ജില്ലാ ഭാരവാഹി TP ഹാരിസ്, ജില്ലാ പഞ്ചായത്ത് അംഗം 50 കോടിയാണ് തട്ടിയത്. എന്ത് പറഞ്ഞിട്ടെന്നറിയോ? ഇവന്റെ ഒരു അനുയായിയാണ്, ഫിറോസിന്റെ അനുയായിയാണ് ഈ TP ഹാരിസ്. വളരെ അടുത്ത അനുയായി. അവന്റെ ഉപദേശം യഥാവിധി നടപ്പിലാക്കിയ ആളാണ് TP ഹാരിസ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോയിട്ട് നോക്കിയാൽ അറിയാം ഫിറോസും TP ഹാരിസും തമ്മിലുള്ള ബന്ധം. ഈ TP ഹാരിസ് ജയിലിലാണ്, തവനൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ കമറുദ്ദീൻ മാസങ്ങൾ ജയിലിലായിരുന്നു. ഇന്നലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഏതോ ഒരു കേസിൽ ജാമ്യം കിട്ടിയത്. ജാമ്യം കിട്ടുക, അടുത്ത കേസിൽ വീണ്ടും പോവുക. MLA ആയിരുന്നു, പുറത്താക്കിയോ ലീഗ്? സാമ്പത്തിക തട്ടിപ്പ് മുസ്ലിം ലീഗിൽ പുറത്താക്കലിന് ഒരു മാനദണ്ഡമേ അല്ല എന്നുള്ളത് ലീഗ് കുറെ കാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് അന്വേഷണത്തെയും സർവകലാശാലയുടെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നേരിടാൻ ഞാൻ ഒരുക്കമാണ്. എനിക്കതിലൊരു ഭയവും ഇല്ല. എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്? ഖുർആനിൽ സ്വർണം കടത്തി, കാരക്കന്റെ കുരുവിൽ സ്വർണം കടത്തി. ഈ ഖുർആൻ അങ്ങോട്ട് പോകുമ്പോൾ അത് തൃശ്ശൂരിൽ വെച്ചതിന്റെ GPS കേടായി, എന്നിട്ടത് ബാംഗ്ലൂരിലേക്കാണ് പോയത്. വല്ല കാര്യമുണ്ടായോ ഇവര് അങ്ങനെ പറഞ്ഞിട്ട്? എത്ര ആളുകൾക്ക് അടി കിട്ടിയെന്നറിയാം. എന്റെ വീട്ടിന്റെ അടുക്ക് അതിന്റെ പേരിൽ ജാഥ നടത്തിയിട്ട്, അക്രമാസക്തമായി ജാഥ, പോലീസ് തടഞ്ഞു. സ്വാഭാവികമായിട്ടും എന്തിനായിരുന്നു ഇതൊക്കെ? ഈ കള്ളത്തരങ്ങളൊക്കെ അവരെനിക്കെതിരായിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഞാനൊരു 10 പൈസ അങ്ങനെ ആരുടെയെങ്കിലും മുക്കും എന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കത് പറയാമായിരുന്നു. ഇല്ല എന്ന് അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബോധ്യം. കാരണം ഞാൻ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. ഇങ്ങനെ ഒരാക്ഷേപം ആരെങ്കിലും എന്നെക്കുറിച്ച് അന്ന് പറഞ്ഞതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പൊതുപ്രവർത്തനം സംശുദ്ധമാകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ബന്ധുവിനെ, പണിയില്ലാത്ത തൊഴിലില്ലാത്ത ബന്ധുവിനെ തിരികെ കയറ്റി എന്നാണല്ലോ പറയുന്നത്. ഞാൻ ആരെയും തൊഴിലില്ലാത്ത ആരെയും കയറ്റിയില്ല. 1 വർഷത്തെ ഡെപ്യൂട്ടേഷനാ. 1 കൊല്ലം ഡെപ്യൂട്ടേഷൻ കൊടുത്തതിനാണ് ഈ വധശിക്ഷ വിധിച്ചത്. അയാളിപ്പോ, ആ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ ആളിപ്പോ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ്. മോശക്കാരനാണെന്ന് പറഞ്ഞ ആള് അന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു. ഇപ്പൊ അദ്ദേഹം ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ്. അവനത് ആവാതിരുന്നത് നന്നായി. 15 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെച്ചു പോയി. വാങ്ങിയ ശമ്പളം തിരിച്ചു കൊടുത്തു. അങ്ങനെ ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ടാണ് സിറിയക് ജോസഫ് എന്നെ കുറ്റക്കാരനായിട്ട് അന്ന് പ്രഖ്യാപിച്ചത്. പണം വാങ്ങിയിട്ട്, പദവികൾ വാങ്ങിയിട്ട്. ഞങ്ങളെപ്പോലെയുള്ള പൈസ ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെ നിൽക്കും? ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോടും കൂടിയാണ് ചോദിക്കുന്നത്. ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് ഇവർക്ക് പറയാൻ വേണ്ടി സാധിക്കൂ? ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം.